ഒരുപക്ഷെ അത് അഴിച്ചുമാറ്റുന്ന പ്രവൃത്തിയാണോ? അത് തീർച്ചയായിട്ടും അതിൽ നിന്ന് അഴിച്ചുമാറ്റുകയാണ്. അതിന് നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിയിട്ടിരുന്ന ബന്ധിപ്പിച്ചിരുന്ന ആ ചങ്ങലകൾ ഇപ്പോൾ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ ആ ബടം ഉപയോഗിച്ച് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ, അതായത് ഇരുമ്പ് കേബിളുകൾ എത്തിച്ച് ബന്ധിപ്പിക്കാനുള്ള നീക്കമായിരിക്കും നടക്കുക എന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ മഹേന്ദ്ര ദോഗ്രെ അത്തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകുന്നതെന്ന് അറിയുന്നു. അതോടൊപ്പം തന്നെ ഈ ബടം പൊട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഉള്ള ആളുകളെ കൂടി നീക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുണ്ട്. കാരണം ഈ ബടമൊക്കെ പൊട്ടുമ്പോൾ അരികിലേക്കൊക്കെ തെറിക്കാനും അപകടം പറ്റാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ നിർബന്ധമായി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നത്. ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ ഈ പ്രവർത്തനം പുനരാരംഭിക്കും. കാരണം വടമടക്കം എത്തിച്ചതിന് ശേഷമായിരിക്കും എത്തിക്കുക. ഒരു പക്ഷേ ഇതിൻ്റെ മറ്റ് വടങ്ങൾ ആ വാഹനത്തിലുണ്ടാവും. അതുപയോഗിച്ച് വീണ്ടും കെട്ടിയിട്ടതിന് ശേഷം മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുക. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്, അതായത് ഈ വാഹനം കരയിലേക്ക് കയറ്റുന്നതിന് ഒരു തടസ്സം നേരിട്ടിരിക്കുകയാണ്. ക്രെയിനിൽ നിന്ന് വാഹനവുമായി ബന്ധിപ്പിച്ചിരുന്ന കയർ പൊട്ടിയിരിക്കുന്നു. ആ വടം പൊട്ടി വീണതിനാൽ അത് മാറ്റിയതിന് ശേഷം ഇനിയിപ്പോൾ ഒന്നുകിൽ സ്റ്റീൽ വയർ എന്തെങ്കിലും ഘടിപ്പിക്കേണ്ടി വരും. അങ്ങനെയുള്ള അത്രയും നീളമുള്ള സ്റ്റീൽ വയേഴ്സ് അതിൽ ഉണ്ടോ എന്ന് അറിയണം. ക്രെയിനിൽ ഈ ഒരു വടം ഘടിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അതാണ് ആദ്യഘട്ടം മുതൽ തന്നെ വാഹനവുമായി ബന്ധിപ്പിക്കുന്നത് നമ്മൾ കണ്ടത്. നേരത്തെ ഡ്രഡ്ജറിൽ നിന്ന് ഈ വാഹനം ഉയർത്തിയെടുക്കുന്നതിനായിട്ടുള്ള സഹായങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് ആ ഡ്രഡ്ജറിൽ ഉണ്ടായിരുന്ന ക്രെയിനിലെ ഇരുമ്പ് വടമാണ്. അതുപയോഗിച്ചാണ്, ആ കേബിൾ ഉപയോഗിച്ചാണ് അത് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. കരയിലേക്ക് കയറ്റുന്നതിന് സാധാരണ വടമാണ് ഉപയോഗിച്ചത്. ആ വടമാണ് ഇപ്പോൾ പൊട്ടി വീണത്. അഭിലാഷ്, മറ്റ് സംവിധാനങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്ന ഈ ക്രെയിനുകളിൽ ഉണ്ടോ, അതോ ഈ ഒരു വടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അക്കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ 2 ക്രെയിൻ സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ സംവിധാനങ്ങൾ ഇതിനൊപ്പം ഉണ്ടാകും. സാധാരണഗതിയിൽ നമ്മൾ കാർവാറിലൊക്കെ കണ്ടത് ഈ ഇരുമ്പ് കേബിളുകൾ ഉപയോഗിച്ചായിരുന്നു വാഹനം കയറ്റിയിരുന്നത്. ഇതേ ക്രെയിൻ തന്നെയായിരുന്നു അവിടെയും ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ ബടം മാറ്റി ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും അതേ ബടം ഉപയോഗിച്ച് വീണ്ടും കെട്ടാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതിനൊപ്പം തന്നെ കേബിളുകളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കെട്ടാൻ കഴിയുമോ എന്നുള്ള ആ ഒരു ആലോചന തന്നെയായിരിക്കും. ഇപ്പോൾ പൊട്ടിപ്പോയ ബടത്തിന്റെ ബാക്കി ഭാഗം ചേർത്ത് കെട്ടുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇത് അവിടെ ഈ ലോറിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മറ്റൊരു ബടമാണ്. ആ ബടവുമായിട്ടാണ് ഈ വടം കെട്ടിയിരുന്നത്. ആ വടമാണ് പൊട്ടിപ്പോയിരിക്കുന്നത്. ഇപ്പോൾ ലോറിയുടെ ഭാഗത്തുള്ള ആ വടത്തിനോടൊപ്പം ചേർത്ത് ഇപ്പോൾ പൊട്ടിപ്പോയ വടത്തിന്റെ ബാക്കി ഭാഗം ചേർത്ത് കെട്ടുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇരുടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. ഏതാണ്ട് 6:21 ഈ ഒരു സമയം ഇനി വളരെ നിർണായകമാണ്. കാരണം ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ ഇരുടായി കഴിഞ്ഞാൽ ഇവിടെ ഈ ദൗത്യം നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റിനകം തന്നെ ഈ വടം കെട്ടി ഈ വാഹനം മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ വളരെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും മുകളിലുള്ള ക്രെയിനിന്റെ പ്രവർത്തനം അതുപോലെ തന്നെ ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പൊട്ടിപ്പോയ ആ വടമല്ലാതെ വയർ റോപ്പുകൾ എന്തെങ്കിലും ക്രെയിനിൽ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പകരം ഒരുക്കിയിട്ടുണ്ടോ? കാരണം ഈ വാഹനം മുകളിലേക്ക് കയറ്റുന്നതിന്, ഇത് പാർക്ക് ചെയ്തിരുന്നപ്പോഴാണല്ലോ അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ ഇത് കരയിലേക്ക് കയറ്റുന്നതിന് വലിച്ചു കയറ്റണമല്ലോ. അതിന് വയർ റോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പമാകില്ലേ? അങ്ങനെയുള്ള സംവിധാനങ്ങൾ നോക്കുന്നുണ്ടോ? അതോ പൊട്ടിയ വടം തന്നെ വീണ്ടും ഉപയോഗിക്കുകയാണോ? ഇപ്പോൾ തീർച്ചയായിട്ടും പൊട്ടിയ വടങ്ങൾ തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. മറ്റ് റോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം നമ്മൾ ഈ പുഴയുടെ താഴ്ഭാഗത്താണുള്ളത്, മുകൾ ഭാഗത്താണ് ക്രെയിൻ ഉള്ളത്. ക്രെയിനിൽ നിന്ന് ആരും അത്തരം വടങ്ങളോ അല്ലെങ്കിൽ കേബിളുകളോ പുറത്തേക്ക് എത്തിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഏതായാലും ഈ പൊട്ടിയ വടത്തിൻ്റെ ശേഷിച്ച ഭാഗങ്ങൾ വീണ്ടും കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഈ ട്രക്കിൻ്റെ നേരത്തെ കെട്ടിയിരുന്ന ആ വടത്തിനോടൊപ്പം തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ ഡ്രഡ്ജറിലുണ്ടായിരുന്ന ക്രെയിനുമായി ബന്ധിപ്പിച്ചിരുന്ന ആ ഭാഗത്ത് കുറേ കൂടി മാറ്റങ്ങൾ വരുന്നു. അത് പിൻഭാഗത്തേക്ക് മാറ്റിക്കെട്ടുന്ന ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. മാറ്റി ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഒരു പക്ഷേ പിൻഭാഗത്ത് തള്ളി നീക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഉണ്ടാവുക. നേരത്തെ ഇതിന് മധ്യഭാഗത്തായിരുന്നു അത് ഹൂക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത് കുറേ കൂടി വശത്തേക്ക് ഹൂക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിൻവശത്ത് നിന്ന് കുറേ കൂടി തള്ളി നീക്കാനുള്ള ശ്രമം നടക്കും. അങ്ങനെയാണെങ്കിൽ മുകൾ ഭാഗത്തുള്ള ഈ ക്രെയിനുകൾക്ക് കുറേ കൂടി ആയാസരഹിതമായി തന്നെ ഈ ട്രക്കിനെ വലിച്ച് മുന്നോട്ട് കയറ്റാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും
ഇപ്പോൾ പൊട്ടിപ്പോയ വടം തന്നെ കെട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അത് തന്നെ മതിയാവും, പിൻഭാഗത്ത് നിന്ന് തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ മുൻഭാഗത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഏതായാലും ഇരുട്ട് വീഴുന്നതാണ് ഒരു പ്രധാന പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഏതായാലും മഴയടക്കം മാറി നിൽക്കുന്ന അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഏതായാലും 2 ക്രെയിൻ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇത് മുകളിലേക്ക് വടം പൊട്ടിപ്പോയിട്ടില്ലെങ്കിൽ മുകളിലേക്ക് കയറ്റുന്നതിന് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാനും സാധ്യതയില്ല. ഏതായാലും ഇപ്പോൾ പിൻവശത്തേക്ക് ഇപ്പോൾ ഈ ക്രെയിനിൽ നിന്നുള്ള ഹൂക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ്, അതായത് ഡ്രഡ്ജറിലെ ക്രെയിനിൻ്റെ ഹൂക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ജീവനക്കാരാണ് ഇപ്പോൾ ഹൂക്ക് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുന്നത്. മഹേന്ദ്ര ദോഗ്രെ അത്ര നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇരുവശത്തും എത്തി അദ്ദേഹം വളരെ കണിശമായി തന്നെ നിർദ്ദേശങ്ങൾ നൽകുകയും ഏത് രീതിയിൽ ഇത് ഉയർത്തിക്കൊണ്ടുവരണമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ചടുലമായി തന്നെ ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ പിൻവശത്ത്, അതായത് ഈ അർജുൻ്റെ ട്രക്കിൻ്റെ ഏറ്റവും പിൻവശത്ത് അവിടെയുള്ള ടയറിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇപ്പോൾ ഹൂക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. അതിനുശേഷം മുകൾ ഭാഗത്ത് ഉറപ്പിച്ചിരിക്കുന്ന ആ ക്രെയിനുമായി ബന്ധിപ്പിച്ച് വീണ്ടും വലിച്ചു നീക്കാനുള്ള ഒരു ശ്രമങ്ങളായിരിക്കും നടക്കുക. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് DNA പരിശോധന നടത്തണോ എന്നതിൽ അടക്കം തീരുമാനമാകുന്നതേയുള്ളൂ. മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിൽ പിന്നെ DNA പരിശോധനയുടെ ആവശ്യം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളാണ് ഇപ്പോൾ ആശുപത്രിയിൽ പരിശോധിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളിലേക്കും നമുക്ക് പോകാം. സർക്കാർ പറയുന്നത് പോലെ ചെയ്യാം. ഇക്കാര്യത്തിൽ കുടുംബത്തിന് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നുമില്ല എന്നാണ് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞത്. ഇപ്പോൾ അർജുൻ്റെ വാഹനം കരയിലേക്ക് കയറ്റുന്നതിനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നേരം ഇരുട്ടാകുന്നു. ഗംഗാവലി പുഴയിൽ നിന്ന് ഇപ്പോൾ ട്രക്ക് കരയിലേക്ക് കയറ്റിയിരിക്കുന്നു. പിൻചക്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ കരയ്ക്കും ഗംഗാവലി പുഴയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് നിൽക്കുന്നത്. വലിച്ചു കയറ്റുന്നതിനിടെ ആദ്യം ഒന്ന് വടം പൊട്ടി. ഇപ്പോൾ അത് വീണ്ടും ഘടിപ്പിക്കുന്ന പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നത്. 2 ക്രെയിനുകൾ കരയിലും ഡ്രഡ്ജറിലെ ക്രെയിൻ ഡ്രഡ്ജറിൽ നിന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കരയിലേക്ക്, അതായത് റോഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. തലകീഴായി കിടക്കുന്ന രീതിയിലാണ് ട്രക്ക് ഉയർത്തിയെടുത്തത്. അതിപ്പോൾ തിരിച്ച് ഇട്ടിരിക്കുന്നു. അത് മുകളിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. DNA പരിശോധന നടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നടത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. 3 പേരെ കാണാതായതായി കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ അർജുൻ്റെ വാഹനത്തിനുള്ളിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. അത് അർജുനാകാനുള്ള സാധ്യതയാണ് 99% ഉള്ളത്. എങ്കിൽ പോലും 1% സംശയത്തിൻ്റെ ആനുകൂല്യം കണക്കിലെടുത്തുകൊണ്ട് ലോകേഷിനെയും ജഗന്നാഥനെയും കാണാതായ എന്ന പരാതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ DNA പരിശോധനയിലേക്ക് ഒരുപക്ഷെ പോയേക്കും. എന്താണോ സർക്കാർ സംവിധാനങ്ങൾ തീരുമാനിക്കുന്നത് അതുപോലെ ചെയ്യാം എന്നാണ് അർജുൻ്റെ ബന്ധുക്കൾ പറയുന്നത്. ഇപ്പോൾ അർജുൻ്റെ വാഹനം കരയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. AK അഭിലാഷ്, ഇപ്പോൾ സമയം 6:30 അടുക്കുന്നു. ഇരുട്ട് വീഴുകയാണ്. അവിടെ വെളിച്ചമൊക്കെ എത്തിച്ചു കഴിഞ്ഞോ? ഇന്ന് ഏതായാലും ഈ വാഹനം കരയിൽ എത്തിക്കുന്നത് വരെ ഈ പ്രവർത്തനങ്ങൾ തുടരാൻ തന്നെയല്ലേ തീരുമാനം? തീർച്ചയായിട്ടും ഈ വാഹനം പുറത്തെത്തിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വെളിച്ച സംവിധാനങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ദൗത്യം ആരംഭിക്കുന്ന 3ാം ഘട്ട ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ ഇവിടെ വെളിച്ചം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി ഇവിടെ വെളിച്ചത്തിനൊരു പ്രശ്നം ഏതായാലും നിലവിലില്ല. ഇവിടെ പ്രധാനമായും ഇപ്പോൾ സൂചിപ്പിക്കേണ്ടത് അർജുൻ്റെ ട്രക്ക് കണ്ടെത്തുന്നതിന് തന്നെ 71 ദിവസം വേണ്ടി വന്നു. ആ ട്രക്ക് ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആ കരയുടെ താഴ്ഭാഗത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടുന്ന് മുകൾ ഭാഗത്തേക്ക് എത്തിക്കാനും നിരവധി പ്രതിസന്ധികളാണ് ഇപ്പോൾ വരുന്നത്. ഏതാണ്ട് 3 തവണ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ ഉയർത്താനുള്ള ശ്രമം നടന്നു. അപ്പോൾ